അല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അൽഹംദുലില്ലാഹ്. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാവട്ടെ. ഈ തണൽ മഹാനായ ശൈഖുനാ വ സയ്യിദുനാ ആശിഖുർ റസൂൽ ബയാർ തങ്ങളും പാപ്പയും വന്യരായ ശൈഖുനാ ശറഫുൽ ഉലമാ അബ്ബാസ് ഉസ്താദ് ഉൾപ്പെടെയുള്ള ആലിമീങ്ങളൊക്കെ നമ്മുടെ വേദിയിലെത്തി. അല്ലാഹു നമ്മൾ പറഞ്ഞതൊക്കെ ഖബൂൽ ചെയ്യുമാറാവട്ടെ. കഴിഞ്ഞ ആ മീലാദ് പരിപാടിയിൽ വെച്ചുകൊണ്ട് ബഹ്റൈനിലുള്ള എൻ്റെ ഒരു കൂട്ടുകാരൻ ഷാഹുൽ ഹമീദ്, അതുപോലെ സൗദി അറേബ്യയിലുള്ള ഹനീഫ തുടങ്ങിയ കൂട്ടുകാര്, ഞാൻ പറഞ്ഞു സോഷ്യൽ മീഡിയ ഏറ്റവും കൂടുതൽ ദുരുപയോഗം ചെയ്യപ്പെടുമ്പോ ആ മജ്‌ലിസിൽ വെച്ചുകൊണ്ട് തങ്ങളുടെ കയ്യിൽ എല്ലാ മാസവും സ്വലാത്ത് നടക്കുമ്പോ അതാ ഞങ്ങൾ ചൊല്ലിയ സ്വലാത്ത് 1,40,40,413 കോടി സ്വലാത്ത് ചൊല്ലി അൽഹംദുലില്ലാഹ് മജ്‌ലിസിലേക്ക് സമർപ്പിക്കാ. ഈ സോഷ്യൽ മീഡിയ സൗകര്യങ്ങളെല്ലാം ആത്മീയവൽക്കരിക്കാൻ പറ്റുന്ന ഒരു വലിയ യാന്ത്രികമായ കഴിവ് അല്ലാഹു കനിഞ്ഞേകി മേളിച്ചു കൊടുത്ത ബായാർ തങ്ങൾ പാപ്പയുടെ നസീഹത്ത് കാരണോ അൽഹംദുലില്ലാഹ് ഹറാമായ പ്രവർത്തനങ്ങളിൽ നിന്ന് മാറി നിന്ന ആയിരക്കണക്കിന് അനുഭവങ്ങൾ പറയാനുണ്ട്. നമ്മൾക്കെല്ലാവർക്കും ഒരു പ്രതിജ്ഞയോടെ ഈ മഹത്തായ മജ്‌ലിസിൽ അവിടുത്തെ ദുആയിൽ പങ്കാളികളാകാ. ഉത്ലുബൂനി ഫീ അഹ്ലി ബൈത്തി, എൻ്റെ അഹ്ലു ബൈത്തിന്റെ കൂടെ നിങ്ങൾ എന്നെ അന്വേഷിച്ചോ. എവിടെയാണ് മഹ്ശറാ ലോകത്ത് ആരുടെയും സഹായമില്ലാതെ പാലിനേക്കാൾ വെളുപ്പുള്ള തേനിനേക്കാൾ മധുരമുള്ള ഹൗലുൽ കൗസർ കിട്ടണോ? അതിനുള്ള ക്വാളിഫിക്കേഷനാണ് ഈ ഇരിക്കുന്ന സയ്യിദുനാ തങ്ങൾ ഉസ്താദ് ഉൾപ്പെടെയുള്ള സാദാത്തുക്കളെ നമ്മൾ മനസ്സാകുന്ന മാണിക്യ കൊട്ടാരത്തിൽ താരാട്ട് പാടി സന്തോഷത്തോടെ സ്നേഹിച്ചോ. ദുനിയാവിന്റെ സ്ഥാനമാനങ്ങൾ വലിച്ചെറിയാ ആഖിറത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള കവാടങ്ങൾ മുട്ടാ. അതിന് അല്ലാഹു അവസരം തന്ന ഈ മജ്‌ലിസ് റബ്ബേ ഞങ്ങളെ ആഖിബത്ത് നന്നാകാ, ഞങ്ങൾക്ക് ആഖിറം രക്ഷപ്പെടാ.